കൊല്ലം പള്ളിമണ്ണിൽ ഒത്തുതീർപ്പായ കേസിൽ വാറന്റുമായി എത്തി ഗൃഹനാഥനെ പിടികൂടാൻ പോലീസ് നടത്തിയ അതിക്രമത്തിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതായ ആക്ഷേപം. അജി നൽകിയ പരാതിയിൽ മൊഴിയെടുത്തത് 6-ാം ദിവസം. CIA സർവീസിൽ നിന്ന് മാറ്റണമെന്ന് പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു. പോലീസിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ചാത്തന്നൂർ സ്റ്റേഷനു മുന്നിൽ സമരം ആരംഭിക്കുമെന്ന് അജി മീഡിയ വണ്ണിനോട് പറഞ്ഞു. ചാത്തന്നൂർ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അജിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അവിടെ വലിയ പ്രശ്നങ്ങളും ഒപ്പം തന്നെ അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. അതായത് ഒത്തുതീർപ്പായ ഒരു കേസ് തീർന്നുവെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെയായിരുന്നു വാറന്റ് എന്നുള്ള പേരിൽ ആ വീട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം അജി പരാതിയുമായി മുന്നോട്ട് പോയി. സ്പെഷ്യൽ ബ്രാഞ്ചാണ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടും അത് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ചേട്ടാ, അപ്പോൾ ഇന്ന് ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് നിലവിൽ ഇതിൻ്റെ ഒരു അവസ്ഥയായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്? നമുക്ക് ഇന്നലെ വരെ ഒരു വ്യക്തമായ പിക്ചർ കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്നലെ നമ്മളെ ഈ ചാനലുകളിലൊക്കെ പല ഇതുപോലുള്ള മെല്ലപ്പോക്ക് എന്നുള്ള രീതിയിലൊക്കെ കുറേ ന്യൂസൊക്കെ വന്നപ്പോൾ ഒരു ഉണർവ് സംഭവിച്ചെന്ന് തോന്നുന്നു. അതിൻ്റെ അന്വേഷണം നടക്കുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നലെ എനിക്കൊരു അറിയിപ്പ് കിട്ടി. കുട്ടിയും ഭാര്യയും ഞാനും ഇവിടെ എത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അനുസരിച്ച് ഇപ്പോൾ ഒരു പോലീസിൻ്റെ ഒരു യൂണിഫോം കണ്ടാൽ പോലും മാനസികമായി പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് കുട്ടിയെ കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, വൈഫും വരത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീട്ടിലോട്ട് വരാമെന്ന് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. വിഷമിക്കേണ്ട, അവർ അവിടെ നിൽക്കട്ടെ, ഞാൻ വന്നോളാം. അപ്പോൾ അങ്ങനെ അതിനുശേഷം ചോദ്യം ചെയ്യാൻ കാര്യങ്ങളൊക്കെ അവിടെ വന്നിരുന്നു, ചോദ്യം ചെയ്തു. മകളുടെ മൊഴിയെടുത്തു. യൂണിഫോമിലല്ലാത്തൊരു ഓഫീസർ വന്നതൊരു മാഡം വന്ന് രണ്ടുപേരുടെയും മൊഴിയെടുത്തു. അത് കഴിഞ്ഞ് ഇന്നത്തെ മൊഴിയെടുപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇത്രയും ഇപ്പോൾ നമ്മൾ ആ മെല്ലപ്പോക്കെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇന്നൊരു നല്ല ഒരു വ്യത്യാസം എനിക്ക് തോന്നി. അതായത് ഒരാഴ്ച വരെ ഇതിൽ വലിയ കാര്യമായ അനക്കമൊന്നും ഇല്ലാതെ പോയി. ഇപ്പോൾ എങ്ങനെയാണ് മൊഴിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്താണ് ഒരു പ്രതീക്ഷ? എന്താണ് നമ്മൾ കാര്യം? ഒരു പോലീസ് ദിവസം നടത്തിയ ഒരു വലിയൊരു കാര്യം ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവും. അതെ, അത്രയും ഒരു ഭീകരത ജനസമൂഹങ്ങളിൽ കേരള സമൂഹം കണ്ടതാണ്. അയാളെ കാണിച്ച ഭീകര അതിന് ഞാനും ഇപ്പോഴും അതിൽ നിന്ന് വലിയ പാട്ട് എനിക്ക് മാനസികമായിട്ട് ഇപ്പോഴും ആ ഒരു സമ്മർദ്ദവും പ്രയാസമൊക്കെ ഉണ്ട്. എൻ്റെ മോക്ക് അതിനേക്കാളും ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു മരണ വീടിൻ്റെ സമാനതയായിരുന്നു. ഇന്ന് ഇതേക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയും അതിനുശേഷം ഉദ്യോഗസ്ഥർ വരികയും മോളെടുത്ത് മൊഴിയെടുക്കുകയും വൈഫിൻ്റെ നിന്ന് മൊഴിയെടുത്ത് നമ്മളെ മൊഴികളെല്ലാം എടുത്തപ്പോൾ അതിൻ്റെ ഒരു നീക്കങ്ങൾ എനിക്ക് ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. എന്താണ് നമ്മൾ ഇതിലൊരു നടപടിയായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം? CI ആണ് ഇതിൽ പ്രധാനമായും പ്രതിസ്ഥാനത്ത് നമ്മൾ പറയുന്നത്. CI ആണ് പ്രധാന പ്രതി. അദ്ദേഹമാണ് ഈ പ്രതിസ്ഥാനത്തുള്ളത്. അദ്ദേഹത്തിന് ഞാൻ ഈ സർവീസിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് പുറത്താക്കാൻ കുറഞ്ഞൊന്നും ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. കാരണം പുള്ളി ഇനി ഇതുപോലൊക്കെയുള്ള പലതും കാണിക്കും. നമ്മൾ ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് അന്വേഷിച്ചപ്പോൾ തിരക്കിയപ്പോൾ അറിഞ്ഞത് ഇദ്ദേഹം ഏതെല്ലാം സ്റ്റേഷനിൽ ഇരുന്നോട്ട് അവിടെയൊക്കെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കാര്യം നടപടിയൊന്നും ഉണ്ടാകാത്തതിൻ്റെ ഭാഗമായിട്ട് ജനകീയ സമിതിയൊക്കെ രൂപീകരിച്ചിരിക്കുകയാണ്. എന്താണ് അവരുടെ തുടർന്നുള്ള നീക്കങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്? ജനകീയ കൂട്ടായ്മ എന്നുള്ളത് എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞും കുടുംബമായിട്ട് കഴിയുന്നവരാണ്. അപ്പോൾ കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യുക, അത് കുടുംബത്തോടൊപ്പം ആയിരിക്കണം. എല്ലാ കുടുംബങ്ങളിൽ നിന്നും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്റ്റേഷനിലേക്ക് ധർണ അല്ലെങ്കിൽ മാർച്ച് ചെയ്യണമെന്നൊക്കെ ഒരു തീരുമാനം അവരുടെ ഭാഗത്ത് എടുത്തിട്ടുണ്ട്. ഇനി വരുന്ന നിയമ നടപടികൾ ഈ ജനകീയ കൂട്ടായ്മ കൈകാര്യം ചെയ്യാമെന്നും അതിന് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പള്ളിമണ്ണിലെ ജനകീയ കൂട്ടായ്മ ഇത്തരത്തിൽ നിയമപരമായ പിന്തുണ ഉൾപ്പെടെ നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം കാര്യം ഒരാഴ്ച കഴിഞ്ഞിട്ടും കൃത്യമായി നടപടി ഉണ്ടാകുന്നില്ല, പോലീസുകാരും മറുപടി പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു വേഗതയിൽ അജിയും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്, നടപടി ഉണ്ടാവുക തന്നെ വേണം. കൊല്ലത്ത് നിന്ന് രതീഷ് മാടബിസേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.